ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായ ദൈവമക്കളെ, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടവും ആത്മഹത്യാ പ്രവണതയും എന്ന യാഥാർത്ഥ്യത്തെ കരുണയോടെ, ദൈവസ്നേഹത്തിൽ വിശ്വാസത്തോടെ ഓട്ടം തികയ്ക്കുക എന്ന ആത്മീയ ആഹ്വാനമായി നമുക്ക് അല്പനേരം ഇന്നത്തെ ധ്യാനത്തിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനായി നാം ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെയാണ് ആ തിരുവചനം നമ്മോട് മൗനമായി സംസാരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മാനസിക സമ്മർദ്ദങ്ങളും ജീവിത പരാജയങ്ങളും മനുഷ്യനെ ആത്മീയമായും മാനസികമായും തളർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. പലരും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു. ചിലർ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാനുള്ള ചിന്തകളിലേക്ക് പോകുന്നു. ഈ ധ്യാന സന്ദേശത്തിൽ യേശു പറഞ്ഞ അത്തിമരത്തിന്റെ ഉപമ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32-ാം തിരുവചനം. ആ വചനത്തെ ആധാരമാക്കി പ്രതിസന്ധികളെ അവസാനമെന്നല്ല, ദൈവത്തിൻ്റെ സന്ദേശമെന്ന നിലയിൽ കാണുവാനും ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്ന് വിശ്വാസത്തിൻ്റെ ഓട്ടം തികയ്ക്കുവാനും നമ്മെ ക്ഷണിക്കുന്നു. ആമേൻ. ഇതിനെ പ്രധാനമായും നമുക്ക് വേഗത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് പതിക്കുവാൻ, നമുക്ക് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ പ്രധാനമായി ഇവയെ 6 ചിന്തകളായി നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ഒന്നാമതായി, വേദനയുടെ കാലവും വിശ്വാസത്തിൻ്റെ ചോദ്യവും. രണ്ടാമതായി, അത്തിമരത്തിൻ്റെ ഉപമ, പ്രതിസന്ധിയുടെ ഭാഷ. മൂന്നാമതായി, ഇന്നത്തെ യാഥാർത്ഥ്യം, ഒളിച്ചോട്ടത്തിൻ്റെ സംസ്കാരം. നാലാമതായി, ആത്മഹത്യാ ചിന്തയോട് സഭയുടെ കരുണ. അഞ്ചാമതായി, ഓട്ടം തികയ്ക്കുക, വിശ്വാസത്തിൻ്റെ ഒരാഹ്വാനം. ആറാമതായി, അത്തിമരം വീണ്ടും, അത് പ്രത്യാശയുടെ ദർശനം നൽകുന്നു. അങ്ങനെയാണ് ഇവയെ 6 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി വേഗത്തിൽ ഈ ധ്യാന സന്ദേശം നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിയുവാൻ ഉപകാരമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒന്നാമതായി നമുക്ക് ചിന്തിക്കാം, വേദനയുടെ കാലവും വിശ്വാസത്തിൻ്റെ ചോദ്യവും. പ്രിയ ദൈവമക്കളെ, ഇന്നു നാം ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. വിദ്യാർത്ഥികൾ പരാജയ ഭീതിയിൽ, യുവാക്കൾ തൊഴിൽ ലഭിക്കാത്ത ഒരവസ്ഥ, കുടുംബങ്ങൾ സാമ്പത്തിക ബന്ധപരമായ സംഘർഷങ്ങളിൽ, വൃദ്ധജനങ്ങൾ ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവത്തിൽ. ഇവയൊക്കെ തന്നെ മനുഷ്യനെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായി മാറിയിരിക്കുന്നു. ചിലർ ബന്ധങ്ങളിൽ നിന്ന്, ചിലർ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന്, ചിലർ ദുഃഖകരമായി
ജീവിതത്തിൽ നിന്നു തന്നെ ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇന്ന് ഈ തിരുവചനം നമ്മോട് ചോദിക്കുന്നു, ഇത് ഒളിച്ചോടുവാനുള്ള സമയമോ അതോ ഉറച്ചു നിൽക്കുവാനുള്ള സമയമോ? സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമതായി അത്തിമരത്തിൻ്റെ ഉപമ, പ്രതിസന്ധിയുടെ ഭാഷയാണത്. യേശു തമ്പുരാൻ പറഞ്ഞു, അത്തിമരത്തെ നോക്കി ഉപമ പഠിപ്പി. അതിൻ്റെ കൊമ്പ് ഇലതായി, ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, അത്തിമരം ആദ്യം പൂക്കുകയോ ഫലം കായ്ക്കുകയോ ചെയ്യുന്നില്ല. ആദ്യം അതിൻ്റെ കൊമ്പ് ഇളയതാകും, പിന്നെ ഇല തളിർക്കുന്നു. ഇതൊരു അടയാളമാണ്, വേനൽ അടുത്തുവന്ന പ്രത്യാശയുടെ അടയാളം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും. അവ ശിക്ഷയല്ല, അവ ദൈവത്തിൻ്റെ സന്ദേശങ്ങളാണ്. ആമേൻ. മൂന്നാമതായി ഇന്നത്തെ യാഥാർത്ഥ്യം, ഒളിച്ചോട്ടത്തിൻ്റെ ഒരു സംസ്കാരം. ഇന്ന് ലോകം പഠിപ്പിക്കുന്നത്, വേദനയുണ്ടെങ്കിൽ ഒഴിഞ്ഞോളൂ, സമ്മർദ്ദമുണ്ടെങ്കിൽ അവസാനിപ്പിക്കൂ, പരാജയം സംഭവിച്ചാൽ ഉപേക്ഷിക്കൂ എന്നാണ്. എന്നാൽ ക്രിസ്തു പഠിപ്പിക്കുന്നത് അതല്ല. പ്രിയ ദൈവമക്കളെ, അതാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നാം കാണുന്നത്. എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ. സഭ ഒരിക്കലും ആത്മഹത്യ ശരിയെന്ന് പറയുന്നില്ല. കാരണം ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. വേദന പോലും ദൈവസ്നേഹത്തിൽ അതർത്ഥമുള്ളതാണ്. അതാണ് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നാം കാണുന്നത്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ എന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. നാലാമതായി ആത്മഹത്യ ചിന്തകളോട് സഭയുടെ കരുണ. പ്രിയ ദൈവമക്കളെ, സഭ വിധിക്കുന്നില്ല, കരുണ കാണിക്കുന്നു. യേശു തമ്പുരാൻ പറഞ്ഞു, വിശുദ്ധ മത്തായി 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ്. നിങ്ങൾ ഇന്ന് തളർന്നിരിക്കുകയാണെങ്കിൽ അത് പാപമല്ല, അത് പരാജയമല്ല, അത് മാനുഷികമായ ഒരവസ്ഥയാണ്. എന്നാൽ ജീവിതം അവസാനിപ്പിക്കുക എന്നത് ഒരു പരിഹാരമല്ല. അത് ദൈവം തയ്യാറാക്കിയ നിന്റെ ജീവിതത്തിന്റെ കഥ പകുതിയിൽ നിർത്തലാക്കുന്നതാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അഞ്ചാമതായി ഓട്ടം തികയ്ക്കുക. വിശ്വാസത്തിന്റെ ഒരു ആഹ്വാനമാണത്. വിശുദ്ധ പൗലോസ് പറയുന്നു, 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു,
വിശ്വാസം കാത്തു എന്നാണ്. ദൈവം നമ്മോട് പറയുന്നത് ഇതാണ്: ഒളിച്ചോടരുത്, ഓട്ടം നിർത്തരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് നീ മറക്കരുത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം കാണുന്നു: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ആമേൻ. ആറാമതായി, അത്തിമരം അത് വീണ്ടും പ്രത്യാശയുടെ ദർശനം നൽകുന്നു. ഇന്ന് നിങ്ങൾ കാണുന്നത് ഇലകളാണെങ്കിൽ നാളെ നിങ്ങൾ കാണുന്നത് ഫലങ്ങളായിരിക്കും. സങ്കീർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കാണുന്നത് പോലെ അവന്റെ കോപമോ ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ആമേൻ. ദൈവം നിങ്ങളുടെ ജീവിത കഥ ഇനിയും തീർത്തിട്ടില്ല. പ്രിയ ദൈവമക്കളെ, ഈ തിരുവചനത്തിലെ ആത്മീയ ആഹ്വാനം ഇതാണ്: ഈ ലോകം നിങ്ങളോട് ഉപേക്ഷിക്കുവാൻ പറയും, എന്നാൽ ക്രിസ്തു നിങ്ങളോട് പറയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നത് പോലെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ആമേൻ. അത്തിമരത്തെ നോക്കൂ, ഇല തളിർക്കുന്നതിനെ നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലും വേനൽ അടുത്തിരിക്കുന്നു. ഒളിച്ചോടരുത്, ഹൃദയം കലങ്ങിപ്പോകരുത്. ഓട്ടം തികയ്ക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക, ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കൂ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.